ദാവീദ് ഒരു സ്പോർട്സ് ഫിലിമാണ് ബോക്സിംഗ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബോക്സിംഗ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരുപാട് സ്പോർട്സ് ഫിലിംസ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രൊഫഷണൽസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. പിന്നെ ചില സിനിമകളുണ്ട്, ആ സിനിമകളിൽ ചിലപ്പോൾ നായകൻ എന്ന് പറയുന്നത് ഈ ചില ക്രാഷ് കോഴ്സിലൂടെയൊക്കെ പഠിച്ചുകൊണ്ട് അതായത് അത്രയൊക്കെയല്ല, ജീവിതകാലം മുഴുവൻ ട്രെയിൻ ചെയ്ത് കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരാളെ ആയിരിക്കും ചിലപ്പോൾ നായകൻ ചെറിയൊരു കാലയളവിലൊക്കെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്. അപ്പം അങ്ങനത്തെ പടങ്ങളുണ്ട്. ഇതൊക്കെ ശരിക്കും നടന്നു കാണും. കാരണം തമിഴ്നാട്ടിലാണെങ്കിൽ ബദ്രി എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ പീറ്റർ, മാൻകരാത്തെ പീറ്റർ എന്ന പുള്ളി അറിയപ്പെടുന്നത്, ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മലയാളത്തിലാണ് ഇങ്ങനത്തെ കേസുകളൊക്കെ വളരെ കുറവുള്ളത്. പിന്നെ ചില സിനിമകളുണ്ട് റോക്കി 5 ഒക്കെ പോലെ, അങ്ങനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലൊന്നും പെടാതെ എന്നാൽ നല്ലൊരു ട്രിംഫ് അതൊക്കെ ഒരു ഫീലൊക്കെ തരുന്ന പടങ്ങളുണ്ട്. അപ്പോൾ ഈ ദാവീദ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ സിനിമ ഒരു ബോക്സിങ് അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ട് വരുന്ന സ്പോർട്സ് ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡ്രാമ പ്രോപ്പറായിട്ട് വർക്കൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ആഷിഖ് അബു എന്നാണ് ഈ പെപ്പെ, അതായത് ആൻ്റണി വർഗീസ് അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഡ്രാമ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഹാഫിൽ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഫിലിം കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട്, ഈ ബോക്സിംഗ് ബേസ്ഡ് പടം ആയതുകൊണ്ട് തന്നെ ഇതിലൊരു കുറച്ച് ബോക്സിങ് എലമെൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്ന് നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ അറിയാമല്ലോ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നായകൻ്റെ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്കാണ് വിജയരാഘവൻ്റെ ക്യാരക്ടർ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ പുള്ളി ആശാനാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ ഈ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയി, നല്ല ത്രില്ലിംഗ് ആയി പോകുന്ന പടത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ, സെക്കൻഡ് ഹാഫിലെ ഭൂരിഭാഗം പോർഷനും വളരെ ഡള്ളാണ്. അതായത് ഒട്ടും എൻഗേജിങ് അല്ലാതെ, ഒട്ടും എൻഗേജിങ് അല്ല, ഒരു വല്ലാത്തൊരു ലാഗിങ്, ഒരു ഇഴച്ചിൽ ഫീലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്ന നായകൻ്റെ ട്രെയിനിങ് പോർഷൻ. സാധാരണ ഇതുപോലത്തെ ബോക്സിംഗ് പടങ്ങളിൽ ട്രെയിനിങ് പോർഷൻസ് ഒക്കെ ഗംഭീരമായിട്ടായിരിക്കും എല്ലാവരും എടുക്കുന്നത്. ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് നമുക്ക് ട്രെയിനിങ് പോർഷൻ മുതൽ തന്നെ നമുക്ക് കിട്ടി തുടങ്ങും. അതാണ് ലീഡ് ചെയ്ത് ക്ലൈമാക്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രെയിനിങ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു പാട്ടിടും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഓക്കെ, മിക്ക പടങ്ങളിലും ഇതുപോലത്തെ പാട്ടുകളൊക്കെ ഉണ്ട്, ഈ പാട്ട് തന്നെ നല്ല ഗംഭീര സംഭവങ്ങളായിരിക്കും. പക്ഷേ ഇതിനകത്തൊരു തരക്കേടില്ലാത്ത പാട്ട് വരുന്നു. പാട്ട് വന്നിട്ട് നേരെ ഈ പാട്ട് തീരുന്നത് നേരെ ക്ലൈമാക്സ് ഫൈറ്റിലേക്കാണ്. എന്നാൽ ഈ ഫൈറ്റ്, ഒരു ബോക്സിംഗ് പടത്തിലെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഗൂസ് ബംസ് മൊമെൻറ്റ്സ് വേണം, അല്ല ആ ഫൈറ്റിന് ഒരു ഇമോഷൻ വേണം. നമ്മൾ ഇതുപോലത്തെ പടങ്ങളിലെല്ലാം നമുക്ക് ഫൈറ്റിൽ നമുക്ക് ആ ഒരു സീറ്റ് എഡ്ജ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഒരുപാട് ഇമോഷൻസിലൂടെയൊക്കെ പോകുന്ന ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. അതൊന്നുമില്ലാത്ത വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് പോട്ടെ, ഒരു ഇമോഷനും ഇല്ലാത്ത വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ്, ഒരു ഇമോഷൻ ഇല്ലാത്തൊരു ക്ലൈമാക്സ് ഒക്കെ നൽകി എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു പടം. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ ദാവീദ് എന്ന് പറഞ്ഞ പടം ഒരു ബിലോ ആവറേജ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒട്ടും തൃപ്തനല്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സീരിയസ്ലി ഞാൻ വിചാരിച്ചു നല്ല ഔട്ട്പുട്ട് പടത്തിന് തരാനുണ്ടാവുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറേ സീനുകൾ, പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടറിനോട് തന്നെ നമുക്ക് വലിയ അടുപ്പവും കാര്യങ്ങളും തോന്നില്ല. അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡ്രാമ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ വർക്കായാലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ തന്നെ മൊത്തത്തിലൊരു നമുക്കൊട്ടും കണക്റ്റ് ആവാത്ത ഒരു മോശം റൈറ്റിംഗ് എന്നൊക്കെ ഉള്ള അതൊക്കെ പറയാവുന്നതൊക്കെ പോലെ അങ്ങനെ മാറുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അവിയൽ പരുവം, ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ദാവീദ് എന്ന സിനിമ.